രാജ്യത്തെ ഫെഡറലിസം തകർക്കാനാണ് ബി.ജെ.പി. ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒറ്റക്കമ്പോളമായി രാജ്യത്തെ കാണുക എന്നത് RSS അജണ്ടയെന്നും ഫെഡറലിസത്തിനായി പോരാടിയ ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആലപ്പുഴയിൽ നടന്നുവരുന്ന CPI സംസ്ഥാന സമ്മേളനത്തിലെ സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഫെഡറലിസത്തിന്റെ സംരക്ഷണം എന്നത് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിന്റെ ഭാഗമാണ്. ബി.ജെ.പി. സർക്കാർ ഇത് നടപ്പാക്കാതെ നേരത്തെ സ്വീകരിച്ച നയങ്ങൾ കൂടുതൽ ശക്തമായി നടപ്പിലാക്കുന്ന രീതിയാണ് സ്വീകരിച്ചത്. രാജ്യത്തെ ഒറ്റ കമ്പോളമാക്കി മാറ്റുക, ഇതാണ് ആഗോളവൽക്കരണ നയത്തിന്റെ കാഴ്ചപ്പാട്. അത് നേരത്തെ തന്നെ സ്വീകരിച്ചതും അംഗീകരിച്ചതും RSS ആണ്. CPI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി മതനിരപേക്ഷതയുടെയും ഫെഡറലിസത്തിന്റെയും ഭാവി എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് അർഹതപ്പെട്ട നികുതി വരുമാനം പോലും നിഷേധിക്കുന്ന നിലപാടാണ് BJP സർക്കാരിനുള്ളത്. പുതിയ GST സ്ലാബ് വരുമ്പോൾ 10,000 കോടി രൂപ കേരളത്തിന് നഷ്ടമാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോ നമ്മുടെ കേരളത്തിന് വർഷത്തിൽ 10,000 കോടി രൂപയുടെ നഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ പരിഷ്കരണം വരുന്നതിന് മുൻപ് നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ടിയിരുന്ന വരുമാനത്തിൽ ഒരു വർഷം 10,000 കോടി രൂപയുടെ വരുമാനം കുറയാൻ പോകുന്നു. ആക്ടിവിസ്റ്റ് കൂടിയായ സിനിമാ നടൻ പ്രകാശ് രാജ് പ്രഭാഷണം നടത്തി. They don't want to be elected democratically, consciously. They want an autocrat. So they talk to you, saying that your religion is in danger, your race is in danger, your language is in danger, your God is in danger, and we will say, we should be careful of people who are among us, who are not sold to the Sanghi or BJP ideology, RSS ideology, who are opportunists. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മന്ത്രിമാരായ K. രാജൻ, P. പ്രസാദ് തുടങ്ങി നിരവധി നേതാക്കൾ സെമിനാറിൽ പങ്കെടുത്തു. കൈരളി ന്യൂസ്, ആലപ്പുഴ.